അശരണർക്കും ആലംബഹീനർക്കും തണലേകുന്ന സന്യാസത്തിന്റെ സമർപ്പണ ചിത്രങ്ങൾ. രോഗികളെയും മരണാസന്നരെയും ക്രിസ്തുവിന്റെ സ്നേഹസ്പർശനത്താൽ ചേർത്തുപിടിക്കുന്ന സമർപ്പിത ദൈവവിളികൾ. ഇത് കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ട്രീസ CSST സഭയുടെ കീഴിൽ പ്രായമായ അമ്മമാരെ പരിചരിക്കുന്ന പറവൂർ പള്ളിപ്പുറത്തിനടുത്ത് കോൺവെന്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് വില്ല എന്ന ഓൾഡ് ഏജ് ഹോം. നിരാലംബരായ അനേകം അമ്മമാർക്ക് തണലൊരുക്കി രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിച്ച് അവർക്ക് ആശ്രയമേകുന്ന CSST സന്യാസിനികൾ. മഹത്വമേറിയ തന്റെ ദൈവവിളിയെക്കുറിച്ചും ഈ ശുശ്രൂഷയെക്കുറിച്ചും സുപ്പീരിയർ സിസ്റ്റർ ലിസറ്റ് നമ്മോട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ ഈ ദൈവവിളി ലഭിക്കുന്നതിന് മുമ്പുള്ള പശ്ചാത്തലം ഒന്ന് പങ്കുവയ്ക്കാവോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 10 മക്കളായിരുന്നു. 2 മക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അത് വെള്ളത്തിൽ പോയാണ് മരിച്ചത്. പിന്നെ ഞാൻ 7ാമത്തെയാണ്. എൻ്റെ താഴെ ഒരു അനിയനും അനിയത്തിയുണ്ട്. എൻ്റെ അപ്പൻ കർഷകനാണ്, പിന്നെ ബിസിനസ്സും ഉണ്ട്. അപ്പം നെൽകൃഷി പാടത്തൊക്കെ നെല്ലൊക്കെ വിതച്ച് കഴിയുമ്പോൾ അപ്പം ഞങ്ങളോട് പറയും, മക്കൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം, നമുക്ക് നല്ല വിളവ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുള്ളൂ. എത്രമാത്രം ജോലി അപ്പനുണ്ടെങ്കിലും 8 മണിയാകുമ്പോൾ അപ്പം വന്ന് ഞങ്ങൾ മക്കളെല്ലാവരും വിളിച്ച് നിർത്തി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പന് നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും മുട്ടുകുത്തി. അത് പതുക്കെ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല, ഒച്ച പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള പൈശാചിക ശക്തി എല്ലാം അകന്നു പോകണമെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അപ്പന് ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അതെനിക്കിപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒച്ചത്തിൽ തന്നെ പ്രാർത്ഥിക്കും. അതുകൂടാതെ അപ്പൻ കൊന്ത ചൊല്ലി പിന്നെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടി അപ്പൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് വൈദികർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും പക്ഷേ അന്നും എൻ്റെ അപ്പൻ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം കൊന്ത കഴിഞ്ഞ് കുറച്ച് നേരം ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചു കഴിഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും. അപ്പോൾ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ അപ്പം ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് സ്പർശിച്ചെന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറയണം, അപ്പം ഒത്തിരി സന്തോഷമാകും. അങ്ങനെ പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു മിഠായി എന്തെങ്കിലും കൊടുക്കും. കൂടാതെ പിന്നെ അപ്പന് ഈ പാടത്തൊക്കെ പോയി വന്നു കഴിയുമ്പോഴത്തേന് അപ്പന് നല്ല കാലുവേദന ഉണ്ടാകും. അപ്പോൾ മക്കൾ വന്ന് എൻ്റെ അപ്പോൾ നമ്മൾ ഒത്തിരി മക്കളുണ്ടല്ലോ, അപ്പം 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും തിരുമ്മി കൊടുക്കും. അപ്പോൾ അപ്പൻ ഈ വിശുദ്ധരുടെ കഥകളും അവരുടെ ജീവചരിത്രവും ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ കൂടുതലും എന്നെ സ്പർശിച്ചത് ഞങ്ങളുടെ ഇടവപ്പള്ളി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിലുള്ളതാണ്. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് അപ്പൻ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പം എങ്ങനെയത് പഠിച്ചെന്നൊന്നും എനിക്കറിയില്ല. അപ്പം കൂടുതൽ പറയുന്നത് നമ്മൾ വഴി കൂടി നടക്കുമ്പോൾ എന്തെങ്കിലും തടസ്സമായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ അത് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെടുത്ത് മാറ്റണം. പിന്നെ നമ്മളെപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സുഹൃദേവ് എപ്പോഴും നമ്മൾ ഉരുവിട്ട് പോകണം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്തും ഒരു നിസ്സാര ജോലി പോലും ഒരു മുട്ടുസൂചി എടുത്ത് മാറ്റി വയ്ക്കണമെങ്കിൽ ഈശോ നിന്നെ ഞാൻ സ്നേഹിക്കുമെന്നും പറഞ്ഞേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെറിയ ജോലി ചെയ്യാൻ പറഞ്ഞാലും അത് നമ്മൾ ഒത്തിരിയേറെ വിശ്വസ്തയോടുകൂടി ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു തോന്നൽ എനിക്ക് അപ്പൻ ഞങ്ങൾക്ക് മക്കൾക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാനത് എന്തോ എനിക്കത് കൂടുതൽ സ്പർശിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പം ഞാനിത് കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയും ചെയ്യും, അപ്പം പറയണ കേൾക്കാൻ. കൂടാതെ സൺഡേ ഞങ്ങൾ എല്ലാവരും കാറ്റഗിസത്തിനൊക്കെ പോകണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അപ്പൻ കപ്പേളപ്പള്ളിയുടെ അവിടെ നിൽക്കും. മക്കളെല്ലാവരും പള്ളിയിൽ കയറിയോ അല്ലെങ്കിൽ കാറ്റഗിസത്തിന് പോയോ എന്നൊക്കെ മുതിർന്നവരൊക്കെ ആമ്പിള്ളേരായതുകൊണ്ട് അവർക്ക് അതിനോടൊക്കെ ഇച്ചിരി ഇത് കാണും. അപ്പോൾ അപ്പനത് നോക്കി നിൽക്കും എല്ലാവരും കാറ്റഗിസത്തിന്. പിന്നെ അച്ഛൻ കുർബാനയ്ക്ക് പറഞ്ഞ പ്രസംഗം എന്താണെന്ന് ചോദിക്കും, ശ്രദ്ധിച്ചോന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും അങ്ങനെ ചോദിക്കുമ്പോഴും എന്തെങ്കിലും ഞങ്ങൾക്ക് സമ്മാനം കിട്ടാറുണ്ട്. അങ്ങനെ പിന്നെ അപ്പൻ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകും. ഞങ്ങളാരും നിർബന്ധിക്കത്തില്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ ശനി വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങൾ പിന്നെ ചൊവ്വാഴ്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേനയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന് മിക്കപ്പോഴും തന്നെ പിന്നെ കൊന്ത തുടങ്ങുന്ന ദിവസം 4 മണിക്കാകുമ്പോൾ ഞങ്ങൾ ചൂട്ടും കത്തിച്ച് അപ്പം ഞങ്ങൾ കൊണ്ടുപോകും. കൊന്ത ജപമാല പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ ഒക്ടോബർ മാസത്തിൽ ജപമാലയുടെ അങ്ങനെ അപ്പൻ എന്നിൽ ചെലുത്തിയ ആ ഒരു ഇതാണ് കുടുംബാന്തരീക്ഷമാണ് എനിക്കുള്ളത്. എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും പ്രാർത്ഥന ചെല്ലാതെ അപ്പം ഞങ്ങൾ ആരെയും കിടത്തത്തില്ല. സിസ്റ്റർ പിന്നെ ഈ കോൺഗ്രിഗേഷനിലേക്ക് വരാനിടയായ സംഭവം? എൻ്റെ അപ്പന് 3 പെങ്ങന്മാരാണ്. അതിൽ 2 പെമ്മക്കളും
പെങ്ങന്മാരും ഈ കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഒരാൾ മിഷനറി ആയിട്ട് പോയി, ഒരാൾ ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നു. അപ്പം മരിച്ചത് നമ്മുടെ ഈ പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിലാണ്. ഇവർ രണ്ടുപേരും നല്ല വിശുദ്ധിയിൽ ജീവിച്ച, ഞാൻ വരുമ്പോഴേ പറയൂ, ഇവർ രണ്ടുപേരും നല്ല വിശുദ്ധിയുള്ള സിസ്റ്റേഴ്സാണ്. അപ്പോൾ ലിസറ്റ് അതിനേക്കാൾ വിശുദ്ധിയുള്ളതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് സിസ്റ്റേഴ്സ്. ഈ എൻ്റെ അമ്മായിമാരുടെ കൂടെ താമസിച്ചിരുന്ന സിസ്റ്റേഴ്സ് ചോദിക്കും, അവർ നല്ല വിശുദ്ധിയുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ, വിശുദ്ധർ തന്നെയാണ് അവർ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അന്നത്തെ കാലത്ത് മിഷനറി ആയിട്ട് സിസ്റ്റർ ലൂമിന നോർത്ത് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചത്. ഇപ്പോഴും അവർ പറയും ആ അമ്മ ഒരു വിശുദ്ധയാണ് കേട്ടോ സിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഒത്തിരി അവിടെയുള്ള ജനങ്ങളും പറയും, അവിടെയുള്ള കുട്ടികൾക്ക് വൊക്കേഷൻ അമ്മ ഈ സിസ്റ്റർ ലൂമിനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ ലൂമിനെയാണ് എന്നെ ഈ കോൺഗ്രിഗേഷനിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാമൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. ജെസ്സിക്ക അവരൊക്കെ എൻ്റെ കമ്പാനിയനുമായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ സിസ്റ്റർ ലൂമിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാവായിരിക്കും. അങ്ങനെ ഒരു അപ്പം ഞാനും ഓർക്കും ആ ഒരു ചൈതന്യം ഞാനും കളയാതെ സൂക്ഷിക്കണം എന്നുള്ള ഇതിൽ. പിന്നെ എന്ത് ജോലിയും ചെയ്യുമ്പോഴും ആ അപ്പം തന്നെ അത് വിശ്വസതയോട് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ വിശ്വസനായിരിക്കുന്നവനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അങ്ങനെയുള്ള ഒരു അപ്പോൾ അമ്മായിമാരിങ്ങനെ വീട്ടിൽ വരും. അപ്പോൾ 10 ദിവസമൊക്കെ അവർക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് വീട്ടിൽ നിൽക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടെങ്കിലും അവർ അടുത്തുള്ള കോൺവെൻറ്റിലാണ് ഉറങ്ങാൻ പോകുന്നത്. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ ഒരു 7 മണിയാകുമ്പോൾ എൻ്റെ അപ്പം കൊണ്ടാക്കും, അടുത്തുള്ള കോൺവെൻറ്റിൽ കൊണ്ടാക്കും. അതുവരെ അവർ വീട്ടിലുണ്ടായിരിക്കും. അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലായിടും അടിച്ച് വൃത്തിയാക്കി പ്രാർത്ഥന, എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമെന്നറിയാം. പിന്നെ അവർ പാട്ടൊക്കെ പഠിപ്പിച്ച് തരും. പിന്നെ ഒരു കല്യാണം പോലെയായിരിക്കും വീട്. പിന്നെ എൻ്റെ അപ്പനെ പണി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും വല വീശി, അപ്പനല്ലെങ്കിൽ ആങ്ങളമാരാണെങ്കിലും വല വീശി നല്ല പെട്ടയ്ക്കുന്ന കരിമീൻ, പള്ളത്തി, ചെമ്മീൻ ഇതൊക്കെ കൊണ്ടുവന്ന്, നോർത്ത് ഇന്ത്യയിലൊന്നും ഇത് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ അമ്മ നന്നായിട്ട് പാകം ചെയ്ത് ആൻറ്റിമാർക്ക് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ പള്ളിയിൽ പോക്ക്, പ്രാർത്ഥന, പെരുമാറ്റ രീതി, അവരുടെ മിഷൻ പങ്കുവയ്ക്കുന്നതെല്ലാം എന്നെ ഇതിലേക്ക് ആകർഷിച്ചു. പക്ഷെ ഒരിക്കലും ആൻറ്റിമാർ എന്നോട് പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ കോൺഗ്രിഗേഷനിൽ ഇങ്ങനെ കോൺവെൻറ്റ് ചേരണം, സിസ്റ്റർ ആകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്രൂശിതന്റെ വിളി സ്വീകരിച്ച് ആത്മസമർപ്പണത്തോടെ ദൈവരാജ വയലിലേക്ക് ഇറങ്ങുന്ന സമർപ്പിത ജീവിതങ്ങൾ. ആരുമില്ലാത്തവർക്കും രോഗികൾക്കും ആശ്രയമേകുന്ന സന്യാസത്തിന്റെ സുന്ദര ചിത്രങ്ങൾ. രോഗികളെ പരിചരിച്ചും അവരോടുകൂടെ ജീവിച്ചും ഇവരുടെ എല്ലാമായി ഈ സന്യാസിനികൾ മാറുന്നു. ഇനിയപ്പോൾ ഈ കോൺഗ്രിഗേഷൻ്റെ കാര്യസവും അതോടൊപ്പം എന്തൊക്കെയാണ് ഫൗണ്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാമോ? 1858 ജാനുവരി 29 തീയതിയാണ് ഞങ്ങൾ ഫൗണ്ടേഴ്സ് ജനിച്ചത്. മദ്രാസിലെ ജോർജ് ടൗണിൽ പീറ്റർ ഡിലിമയുടെയും മേരി ഡിലിമയുടെയും മൂത്ത മകളായിട്ട് മേരി ഗ്രേസ് എന്നാണ് പേര്, മേരി ഗ്രേസ് ജനിച്ചു. ജനുവരി 31 തീയതി അവിടെയുള്ള കത്തീഡ്രൽ, സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ മാമോദിസ സ്വീകരിച്ചു. അങ്ങനെ പ്രസൻറ്റേഷൻ സിസ്റ്റേഴ്സിൻ്റെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യസിച്ചു. പഠിക്കാനും സുന്ദരിയായിരുന്നു സിസ്റ്റർ മേരി ഗ്രേസ്. അതിനുശേഷം അദ്ദേഹം മേരി ഗ്രേസ് പഠനം പൂർത്തിയാക്കി തൻ്റെ അപ്പൻ്റെ വിദ്യാലയത്തിൽ, സ്കൂളിൽ, സെൻറ്റ് സേവിയർ സ്കൂൾ, മദ്രാസിലുള്ള സെൻറ്റ് സേവിയർ സ്കൂളിൽ അപ്പൻ പ്രിൻസിപ്പളായിരുന്നു. ആ സ്കൂളിൽ ഗ്രേസ് അധ്യാപികയായി സേവനമന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ സെൻറ്റ് ജോസഫ് ഗേൾസ് സ്കൂളിൽ ഒരു അധ്യാപിക ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർമ്മലീത്ത സഭാംഗമായ അൽഫോൻസ് അച്ഛൻ തൻ്റെ ഫ്രണ്ടിന്, മദ്രാസിലുള്ള തൻ്റെ ഫ്രണ്ടിന് കത്തെഴുതും. അപ്പം അദ്ദേഹം പീറ്റർ ഡിലിമയെ സമീപിക്കുകയും അങ്ങനെ ഗ്രേസിനെ ആലപ്പുഴയിലേക്ക് വിടുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓഫർ ഗ്രേസ് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് 1879 തനിക്ക് 21 വയസ്സുള്ളപ്പോൾ ആലപ്പുഴയിൽ വന്നു. ആലപ്പുഴയിൽ വന്ന അവിടുത്തെ ഗ്രാമവാസികളും മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരുമായിട്ട് ഇടപഴകി അവരുടെ ഹൃദയത്തിലെ ഒരു അംഗമായി ഗ്രേസിൻ്റെ പ്രവർത്തനം കൊണ്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർമ്മലീത്ത സഭാംഗങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥന രീതിയിലൊക്കെ ആകർഷ്ടയായി കർമ്മലീത്ത സഭയിൽ ചേർന്നു. 1882 കർമ്മലീത്ത സഭാംഗമായി. 1883 തെരേസ ഓഫ് സെൻറ്റ് റോസ് ഓഫ് ലീമ എന്ന നാമം സ്വീകരിച്ചു. 1885 വ്രതവാഗ്ദാനം നടത്തി. അങ്ങനെ കുറച്ച് കാലം കൂടി അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ടുള്ള വിളി വന്നു. അപ്പോൾ എറണാകുളത്ത് വരികയും 1887 ഏപ്രിൽ 24 തീയതി സെൻറ്റ് റിസാസ് കോൺവെൻറ്റ് സ്ഥാപിക്കുന്നു. അതിനുശേഷം സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷം
സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ മാത്രമേ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാത്രം പോരാ എന്ന് മനസ്സിലാക്കി മാതൃഭാഷ പഠിപ്പിക്കാൻ വേണ്ടി മലയാള സ്കൂൾ അതിനോടനുബന്ധിച്ച് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വഴിയോരങ്ങളിലും പിന്നെ ഹോസ്പിറ്റലിലുമൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ ഈ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒത്തിരിയേറെ ലാളിത്യത്തോടുകൂടി മാതൃസ്നേഹം കൊടുത്ത് ഈ അമ്മ ഈ കുട്ടികളെ പണം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് അവർക്ക് വേണ്ടി ഒരു ഓർഫണേജ്, പിന്നെ കല്യാണം കഴിക്കാതെ ഏകസ്ഥരായി കല്യാണം കഴിക്കാതെ മക്കളുണ്ടാകുന്ന അമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത്, പിന്നെ പ്രായമാർക്ക് താമസിക്കാൻ. നമ്മൾ ഇന്ന് തുടങ്ങിയ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അമ്മ ഈ 135 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ്. അതായത് കൈത്തറി, പോലെ ചകിരിപിരി, പിന്നെ ബുക്ക് ബൈൻഡിങ്, ടൈലറിങ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പെയിൻറ്റിങ്, ഡ്രോയിങ്, മ്യൂസിക്. ആംഗ്ലോ ഇന്ത്യൻ ഏരിയ ആയതുകൊണ്ട് മ്യൂസിക്കിനോട് ഭയങ്കര ഇതാണ്. അപ്പോൾ മ്യൂസിക് അങ്ങനെ എല്ലാം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുവാനായിട്ട് അമ്മ മുൻകൈ എടുത്തിരുന്നു. കൂടാതെ ജയിൽ മിനിസ്ട്രി, രോഗികളെ സന്ദർശിക്കുക, വീട്ടിലും ഹോസ്പിറ്റലിലും ഒക്കെ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങളും സാമ്പത്തിക സഹായവും കൊടുക്കും. പിന്നെ വൃണത ഹൃദയരായ ജയിൽവാസികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആശീർവാദവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ കൊടുത്ത് അവരെ സന്ദർശിക്കുമായിരുന്നു ആ കാലങ്ങളിൽ. അങ്ങനെ ജീവിച്ച് ഇരിക്കെ പെട്ടെന്ന് അമ്മയ്ക്ക് യൂറോപ്പിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്ന വഴി ട്രെയിനാണെന്ന് പോകുന്നത്. ആന്ധ്രയിൽ വെച്ച് മങ്കപട്ടണം എന്ന സ്ഥലത്ത് വെച്ച് ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണ്. അങ്ങനെ 1902 തനിക്ക് 44 വയസ്സുള്ളപ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി അമ്മ ഈ ലോകവാസം വെടിഞ്ഞു. അമ്മ അന്ന് തുടങ്ങി വെച്ച ആ ചൈതന്യത്തോടുകൂടി തന്നെ ഇന്ന് CSST സഭാംഗങ്ങൾ ലോകം മുഴുവനും CSST സഭയുടെ സാന്നിധ്യം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോഴെന്തെല്ലാം ഉണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ? വിദ്യാഭ്യാസമുണ്ട്, പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമുണ്ട്, ഓർഫണേജ് ഉണ്ട്, ടൈലറിങ് സെൻ്ററുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു. ഇന്ത്യക്ക് വെളിയിൽ ആഫ്രിക്ക, അമേരിക്ക, ഗൾഫ് കൺട്രിയിൽ CSSTയുടെ സാന്നിധ്യം തുടരുന്നു. കർമ്മലീത്ത ചൈതന്യത്തിൽ സ്ത്രീകളുടെ പരിപൂർണമായ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്കായി സമൂഹത്തിൽ നിരവധി ശുശ്രൂഷകൾ നിർവഹിക്കുന്ന CSST സഭ വിദ്യാഭ്യാസവും ജീവകാരുണ്യവും തൊഴിൽ പരിശീലനവും വഴി അനേകം ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും ഇവർ ആശ്രയമേകുന്നു. പ്രാർത്ഥനയുടെ കരുത്തും ദൈവാശ്രയവും വഴി ഇവർ അനേകർക്ക് പ്രകാശമേകുന്നു. സിസ്റ്റർ കോൺഗ്രിഗേഷനിൽ വന്ന ശേഷം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കോൺഗ്രിഗേഷനുമായിട്ട് ചേർന്ന് വളർന്നു വരുന്നതെന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ എൻ്റെ നോവിഷ്യറ്റ് കഴിഞ്ഞത് ബാംഗ്ലൂർ ജനറലേറ്റിലാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മദറിന് എന്നെ അവിടെ ഒരു വർഷം നിർത്തണമെന്ന് താല്പര്യമുണ്ടായി. അപ്പം നോസ് മിസ്റ്റർ സിസ്റ്റർ അട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ അട്രാക്റ്റിയോട് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പം കാരണം ജനറലേറ്റിൽ ഒരു കൊച്ചു സിസ്റ്ററിനെ നിർത്തുക എന്ന് മദർ ജനറലിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അപ്പം നമുക്കൊന്നും ചോയ്സ് ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ കുറച്ച് ദിവസം നിന്നതിന് ശേഷം തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് തന്നെ മദർ ഹൗസിൽ ഒരു വർഷം സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം എന്നെ ചൂളയ്ക്കൽ, പ്രൊവിൻഷ്യൽ ഹൗസാണത്, ചൂളയ്ക്കൽ, നമ്മുടെ ചൂളയ്ക്കൽ, അവിടെ ചൂളയ്ക്കൽ എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്, അനക്സ് എന്നായിരുന്നു നേരത്തെ, ഇപ്പം ഗ്രേസ് വില്ല എന്ന് പറയും. അവിടെ പിന്നെ ഒരു വർഷം നിന്ന്. അപ്പോൾ അവിടെ നേഴ്സറിൻ്റെ സിസ്റ്റർ അസുന്ദ എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ കൂടെ എന്നെ അവിടെ നേഴ്സറിയിൽ ഒരു ട്രെയിനിങ് തരാൻ നിർത്തി. കാരണം എൻ്റെ പ്രൊവിൻഷ്യലിന് അന്ന് എന്നെ പീച്ചിയിലേക്ക് വിട്ട് അവിടെ ഒരു സ്കൂൾ തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. അതിനൊപ്പം നല്ലൊരു ട്രെയിനിങ് കിട്ടാനായിട്ട് അസുന്ദയുടെ അടുത്ത് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് സിസ്റ്ററിൽ നിന്ന് നല്ല ട്രെയിനിങ് സ്വീകരിച്ചുകൊണ്ട് സെൻറ്റ് ജോസഫ്, തൃശ്ശൂർ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ നിന്നുകൊണ്ട് അവിടെ നിന്നും പീച്ചിയിൽ പോയി അവിടുത്തെ കുട്ടികളെ ഇതുപോലെ തന്നെ പാവങ്ങളന്ന് ഈ പാടത്തൊക്കെ പണിയുന്ന അമ്മമാരുടെ കുട്ടികളാണ്. അപ്പോൾ 2 രൂപയൊക്കെയാണ് അവർ തരുന്നത് ചിലപ്പോൾ. അപ്പോൾ അവരെ കൊണ്ടുവന്ന് 27 കുട്ടികൾ അന്ന് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് ഒത്തിരിയേറെ സ്നേഹത്തിൽ ഇതുപോലെ തന്നെ ഈ അമ്മ കാണിച്ച ആ ലാളിത്യത്തോടു കൂടി തന്നെ പാവപ്പെട്ട കുട്ടികളാണ്. ആ പാവപ്പെട്ട കുട്ടികളെ എടുത്ത് അവരെ പഠിപ്പിച്ച് ഞങ്ങളെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടെ ഒരു 2 മണിയോടുകൂടി സ്കൂൾ കഴിഞ്ഞ് പിള്ളേരെ വിടും. അങ്ങനെ ആ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് നല്ല ജോലികളിൽ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ അവിടെ ഞാൻ പിന്നെ ഒരു 3-4 വർഷം അവിടെ സേവനം അനുഷ്ഠിച്ചു പീച്ചിയിൽ. അതിനുശേഷം ഞാൻ സെൻറ്റ് ജോസഫിലേക്ക് തിരിച്ചു വന്നു. സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ അവിടെ സേവനം അനുഷ്ഠിച്ചു. പിന്നെ ഞാൻ അവിടെ ടീച്ചിങ് ഇത് തന്നെ
കുട്ടികളുടെ ചാർജിൽ ജോലി ചെയ്ത്. പിന്നെ ഓർഫണേജ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓർഫണേജ് ചെയ്തിരുന്ന അസിസ്റ്റൻ്റായിട്ട് സിസ്റ്റിനെ സഹായിച്ച് അവിടെ അങ്ങനെ ജോലി ചെയ്തു പോന്നു. അതിനുശേഷം ഞാൻ പിന്നെ സെൻറ്റ് ട്രിസാസിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്ന്, പിന്നെ അരിപ്പാലം, മതിലകം, കോട്ടയം, കഞ്ഞിക്കുഴി, അങ്ങനെയുള്ള മങ്കാമല് അവിടെയൊക്കെ സേവനം. അവിടെ ഓർഫണേജ്, ബോർഡിങ്, അതുപോലെ തന്നെ ഡേ കെയർ, നഴ്സറി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അവിടെയും സേവനം ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ പ്രോവിൻസിനും അതെ മദർ ജനറും അതെ അപ് ടു ഡേറ്റ് ആയിരിക്കണം ഞങ്ങളുടെ നോളജ് എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നാലും അതെല്ലാം തങ്ങളുടെ സ്ഥാപനത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സും സ്പിരിച്വലായിട്ടും മെൻ്റലായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരാനുള്ള എന്ത് ട്രെയിനിങ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പുറത്ത് വന്നിട്ടുണ്ട് അതെല്ലാം സിസ്റ്റേഴ്സിന് തന്ന് വളർത്തിയെടുക്കുന്നതിൽ ഒത്തിരി സന്മനസ് ഞങ്ങളുടെ മദർ ജനറും ഒപ്പം പ്രൊവിൻഷ്യൽ മാറി വരുന്ന പ്രൊവിൻഷ്യലും ടീമും ചെയ്തിരുന്നു. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിൽ അതിജീവിക്കാനും പ്ലസൻ്റായിട്ട് കാണുവാനും ഒക്കെ എനിക്ക് മാത്രമൊന്നല്ല ഞങ്ങളുടെ CSST സഭയിലെ അംഗങ്ങൾക്കെല്ലാം അങ്ങനെ കഴിയുന്നുണ്ട്. ഒത്തിരിയേറെ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ പ്രൊവിൻസിനെ കുറിച്ചും കോൺഗ്രിഗേഷനെ കുറിച്ചും. ഒത്തിരിയേറെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ടീമും അതുപോലെ തന്നെ ജനറേറ്റിലെ മദർ ജനറലും ടീമും. ഒത്തിരി ഏറെ സിസ്റ്റേഴ്സിൻ്റെ വളർച്ചയാണ് ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഈ ലോകത്തെ മുമ്പോട്ട് നയിക്കാൻ സാധിക്കും എന്നുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും. മൗണ്ട് കാർമലിൽ ഞാൻ വീണ്ടും പീച്ചിയിലേക്ക് വന്നു. കാരണം പീച്ചിയിലെ ജനങ്ങൾക്ക് തന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അവർ പ്രൊവിൻഷ്യലൊക്കെ വിസിറ്റിന് ചെല്ലുമ്പോൾ പറയും സിസ്റ്ററിനെ തന്നെ ഞങ്ങൾക്ക് തരണമെന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തന്നെ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വീണ്ടും എനിക്ക് അങ്ങോട്ട് തന്നെയുള്ള ചാൻസാണ് കിട്ടുന്നത്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹൃദയം പിടിച്ചു പറ്റാൻ സിസ്റ്റർ എന്താ ചെയ്യാറുള്ളത്? ഞാൻ അവരെ വരുമ്പോൾ തന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സ്വീകരിക്കും. പിന്നെ ഞാൻ ആ മാതാപിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയും. എന്നിട്ട് ആ അപ്പം ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ ഈ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പാട്ടുകളും കഥകളും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കളി, ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്ലേ മോഡലിലുള്ള ജോലികൾ അങ്ങനെയൊക്കെ ചെയ്യിച്ച് അവരെ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരും. പിന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ചിലർ പിന്നെ പഠിക്കാനും എഴുതാനും ഒക്കെ മോശമായിരിക്കും. അപ്പോൾ ആ കുട്ടികളെ കണ്ടെടുത്തിട്ട് അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും. അതായത് ഈ സ്പോഞ്ച് കൊണ്ട് വെള്ളം പിഴിഞ്ഞ് അപ്പോൾ അവരുടെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യും. ചിലപ്പോൾ എഴുതാൻ മോശമാകുന്ന കുട്ടികളുടെ മസിൽസ് നന്നായിട്ട് ഫോം ചെയ്യാത്ത, അപ്പോൾ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു വാട്ടർ ബോട്ടിലേക്ക് എടുത്തിട്ട് അത് പിഴിഞ്ഞ് ആ കുപ്പിയിൽ വെള്ളം കളക്ട് ചെയ്യും. പിന്നെ അവരെ കൊണ്ട് നിലത്ത് നീന്തിക്കും. ചില പിള്ളേർക്കൊന്നും വീട്ടിലധികം സ്ഥലമില്ല, അപ്പോൾ ഈ ചെസ്റ്റ് നിലത്ത് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്കൂളിൽ ഒത്തിരി സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവരെ കൊണ്ട് നീന്തിക്കുമ്പോൾ സ്പീച്ച് നന്നായിട്ട് ലഭിക്കാനും പിന്നെ സ്പെഷ്യൽ എക്സസൈസ് ഉണ്ട്, ബ്രെയിൻ വർക്ക് ചെയ്യുന്ന എക്സസൈസ്. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ട്രെയിനിങ്. പിന്നെ ഈ ടേപ്പ് വെച്ച് ഞാൻ പാട്ടുകാരിയല്ല, എന്നാലും ഞാൻ പിന്നെ പെൻ ഡ്രൈവിൽ പാട്ടുകൾ കളക്ട് ചെയ്തിട്ട് കറക്റ്റ് ട്യൂണൊക്കെ ഇട്ട് കൊടുത്ത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ എല്ലാ പാട്ടുകളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒത്തിരി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയായിരുന്നു കുട്ടികളുമായിട്ടുള്ള ബന്ധം. ഈ മേഖലയിൽ വളരെ മോശമായിട്ട് വന്ന് ഡെവലപ്പ് ചെയ്ത് വരെ കുട്ടികളെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ സിസ്റ്റർ? ഉണ്ട്, ഒത്തിരി കുട്ടികളുണ്ട്. പിന്നെ ഒരു കുട്ടി എപ്പോഴും കരയുമായിരുന്നു. അപ്പോൾ ഈ കുട്ടി അപ്പൻ സയൻറ്റിസ്റ്റാണ്, അമ്മ ഡോക്ടറാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടി ശരിയാകുന്നില്ല. അപ്പോൾ ഈ കുട്ടീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ കുട്ടീനെ ഭയങ്കര അപ്പം തുടക്കമല്ലേ, അപ്പോൾ ഞാൻ കുട്ടീനെ സ്നേഹിച്ചു ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കും. അറിയാം ആയടയിലൊന്നും കുടിക്കൽ എടുത്തുകൊണ്ട് നടക്കും, ഭക്ഷണം വാരി കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് എന്നെ പിരിയാതെ അവൾ പഠിച്ച് നല്ലൊരു ഡോക്ടറായി. അങ്ങനെ ഒത്തിരി കുട്ടികൾ വിവിധ മേഖലകളിലേക്ക് വന്നിട്ടുണ്ടല്ലേ? കൂടുതലും ഈ താഴ്ന്ന കൂലിപ്പണിക്കാരുടെ മക്കളാണ്. ഇപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവരിപ്പം എന്തെങ്കിലുമൊക്കെ ഒന്നിലെ എൻജിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നേഴ്സായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കയറി അവർ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കണമെന്ന് കാണുമ്പോഴും പിന്നെ ഞാൻ അവിടെ തിരിച്ച് ചെല്ലുമ്പോൾ അവർ സിസ്റ്റർ ഉണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ കൊച്ചിനെ അവിടെ തന്നെ. അപ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ തന്നെ അവരുടെ കുട്ടികളെ അവിടെ തന്നെ കൊണ്ടാക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ഹൃദയത്തിൽ അവർക്ക് നല്ല സ്ഥാനമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധം സിസ്റ്റർ സ്പർശിച്ചിട്ടുണ്ട്.
ആരോ സ്പർശം. അപ്പോൾ ഇപ്പം ഞാനിപ്പം ചിലപ്പോൾ അവരെ ആനിവേഴ്സറി ഒക്കെ തുടങ്ങുമ്പോഴത്തേന് വിളിക്കും. അപ്പം ഞാൻ അവിടെ ആനിവേഴ്സറിയുടെ സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കണുണ്ട് അവരെടുത്ത് പറയും, ഇതേ നമ്മുടെ സിസ്റ്റർ ലിസറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഈ നമ്മുടെ കുട്ടികളെ ഒത്തിരിയേറെ ലാളിത്യത്തോടുകൂടി വളർത്തിയ സിസ്റ്റർ, ഇന്നെൻ്റെ കൊച്ചു പഠിച്ച് ഇന്ന നിലയിലായിരിക്കുന്നത് സിസ്റ്ററിൻ്റെ ആ ചെറിയ ക്ലാസ്സിൽ കൊടുത്ത ട്രെയിനിങ്ങും ആ നല്ല ഉപദേശമാണെന്ന് അവർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയും. ഏത് സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുമുള്ള ഒരു ഹൃദയം രൂപപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരു മുഖമുണ്ടല്ലോ, അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അതൊന്ന് പങ്കുവയ്ക്കാമോ ഈ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ പ്രാർത്ഥനയോട് ഞാൻ ഒത്തിരി ഇതാണ്. കാരണം എനിക്ക് ഒരു ദിവസം നേരത്തെ സമയത്തിന് ഞാൻ 4 മണിക്ക് എഴുന്നേക്കും, കുളിക്കും, അതിനുശേഷം കറക്റ്റ് സമയത്ത് പ്രാർത്ഥന. അത് മുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പം ഞാൻ കഴിയാവുന്നതും ആ കറക്റ്റ് ടൈമിലുള്ള മെഡിറ്റേഷൻ, അതുപോലെ ബൈബിൾ വായന എല്ലാം കറക്റ്റായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കോൺഗ്രിഗേഷനിൽ പറയുന്ന നിയമത്തിനെതിരായി ഒരിക്കലും ഞാൻ പോകത്തില്ല. നിയമാവലിയെ മുറുകെ പിടിച്ച് അത് എപ്പോഴും സത്യസന്ധ, അത് എൻ്റെ രക്തത്തിൽ ചേർന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള ചാരിറ്റി, പോവർട്ടി, ഒബീഡിയൻസ് അതെല്ലാം രക്തത്തിൽ കലർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അത് പ്രാവർത്തികമാക്കും. പ്രത്യേകിച്ച് സോഷ്യൽ വർക്കിലാകുന്ന പല സിസ്റ്റേഴ്സിനും പറ്റുന്നത് പ്രെയർ ലൈഫ് ചിലപ്പോൾ ഓർഡർ തെറ്റും, കമ്മ്യൂണിറ്റിയിലുള്ള ലൈഫിന് ചിലപ്പോൾ ഓർഡർ തെറ്റും. സിസ്റ്റർ ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ? അത് പ്രാർത്ഥനയാണ്. എൻ്റെ മെഡിറ്റേഷനൊന്നും ഞാൻ മിസ്സാകില്ല. പിന്നെ വാർഷിക ധ്യാനം, മന്ത്ലി ധ്യാനം, കൺഫെഷൻ, ഇതൊന്നും മിസ്സാകാറില്ല. അപ്പോൾ സിസ്റ്റർ ഈ പള്ളിപ്പുറത്ത് വന്നതിന് ശേഷം എപ്രകാരമാണ് പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ ഹൗസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞങ്ങളോട്? എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീച്ചിങ്ങിലായിരുന്നു കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ആദ്യം ഓർത്ത് എന്താണാവോ എന്നെ ഇങ്ങോട്ട് വിടുന്നത്. ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ഇതാണ്, അതായത് നിൻ്റെ കഴിവ് കൊണ്ടല്ലല്ലോ നീ ഇത്രയും കാലം ചെയ്തിരുന്നത്, വിളിച്ചവൻ വിശ്വസ്തനാണ്, അതുകൊണ്ട് അവൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ആ നീതിരഹിതനായ ന്യായാധിപൻ്റെ സംഭവവും, അപ്പോൾ ദൈവം യേശുനാഥൻ കൊടുക്കുന്ന സന്ദേശവും എല്ലാം എന്നെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഇങ്ങോട്ട് സന്തോഷത്തോടുകൂടി വരുവാനും എൻ്റെ കൂടെ ഈശോ ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനോഭാവം എനിക്കുണ്ടായി. ഞാനിവിടെ വന്നപ്പോൾ അമ്മച്ചിമാർ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ 1-2 പേർക്കൊക്കെ അസുഖമൊക്കെ തുടങ്ങി. അപ്പോൾ ഒരമ്മച്ചി മരണത്തോട് മല്ലടിക്കുന്ന ഒരു ദിവസം രാത്രിയിൽ 12 മണിയായപ്പോൾ ഒരമ്മച്ചി വൊമിറ്റിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന മരുന്നൊക്കെ കൊടുത്തിട്ട് രക്ഷയില്ല. പിന്നെ ഉടനെ തന്നെ വണ്ടി വിളിച്ചമ്മയെ അടുത്തുള്ള ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഹാർട്ടിൻ്റെ ഡോക്ടർ ഇല്ലായിരുന്നു, എന്നാലും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം സിസ്റ്റർ ഒരു ഹാർട്ട് ഡോക്ടറിനെ കാണിക്കണമെന്നും പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വിടുക. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ അമ്മയുടെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അമ്മയ്ക്ക് ഹാർട്ടിന് വലിയ പ്രശ്നമില്ല, ബ്ലഡ് കുറവായിരുന്നു. അപ്പോൾ അമ്മേനെ കൊണ്ടുവന്ന് പിന്നെ ഇവിടുത്തെ നമ്മൾ കഴിയാവുന്ന മെഡിസിൻ, അത് ഈന്തപ്പഴം, നട്ട്സ്, അങ്ങനെയുള്ള പിന്നെ ടോണിക്കൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് ബ്ലഡ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ അമ്മ ഇപ്പം നല്ല സൗഖ്യപ്പെട്ട് നല്ല സന്തോഷത്തോടുകൂടി ഇരുന്ന് എന്നോട് പറയുകയാണ്, അമ്മയെ നിങ്ങളുടെ ഞാൻ സിസ്റ്റം അറിയുമായിരുന്നു, നിങ്ങളുടെ നല്ല ആ സേവനം കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഒരമ്മ ഭയങ്കര വൈൽഡായിരുന്നു, പുള്ളി ഇച്ചിരി മെൻ്റലാണ്, പിന്നെ ഓർമ്മയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് അമ്മേനെ നമ്മൾക്കറിയില്ലായിരുന്നു, നടന്നു പോയി അപ്പോൾ വീഴും. അപ്പോൾ അങ്ങനെ വീണ് തല പൊട്ടും. അങ്ങനെ അമ്മയുടെ അതൊക്കെ മാറ്റി കഴിഞ്ഞ് അമ്മേനെ നല്ല ശ്രദ്ധയോടുകൂടിയൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പിന്നെ ഡോക്ടറിനോട് പറഞ്ഞ് മരുന്നിൻ്റെ ഡോസൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുഖം കാണണം. ഇപ്പോൾ നല്ല ഒരുവിധം നോർമലായിട്ട് സംസാരിക്കും, നല്ല പ്ലസൻ്റായിട്ട്. അവരുടെ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമാണ് അത് കാണുന്നതിൽ. അങ്ങനെ പിന്നെ 3 അമ്മച്ചിമാർ പ്രായമായതാണ്, 94-ഉം 90 വയസ്സൊക്കെ ആയതാണ്. അവരൊരിടയ്ക്ക് ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വീട്ടുകാരെയൊക്കെ വിളിച്ച് കാണിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഈ അമ്മ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നാലും അങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുത്തവരുടെ ആത്മാവ് പൊരിയാതിരിക്കാനായിട്ട് പരിശ്രമിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി 15 പേർക്ക് ഞങ്ങൾക്ക് കോവിഡ് വന്നു. അപ്പോൾ ഈ അമ്മമാരെ ഞങ്ങൾ തന്നെ പ്രത്യേകിച്ച് രാത്രി ഞാൻ പോയി നോക്കും, എല്ലാവരും സുഖമാണ്. കാരണം കോവിഡ് ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും പ്രായമായവർക്ക് കോവിഡ് വരാമല്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മമാരെ പോയി നോക്കുകയും ഓക്സിജൻ എടുക്കുകയും പ്രഷർ നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവർ വീണ്ടും നല്ല ആരോഗ്യത്തോടുകൂടി ഇപ്പോഴും ഇരിക്കുന്നു. അന്ന് മരിക്കുമെന്ന് ഓർത്തതാണ്. പക്ഷേ ദൈവം അവരെ ഇനിയും ജീവിക്കാനായിട്ട് ഇപ്പം നല്ല സന്തോഷത്തോടുകൂടി അവരിവിടെ തുടരുന്നു. അപ്പോൾ മാരകമായൊരു രോഗമാണ് വന്നതെങ്കിൽ പോലും അവിടെ സ്നേഹസ്പർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ സൗഖ്യമായി. ശരിക്കും
ദൈവത്തിൻ്റെ ആ സ്പർശനവും പരിപാലനയായിരുന്നു. കാരണം ഈ ഹെൽത്തിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു ഞങ്ങൾ, ഇത്രയും അമ്മമാർക്ക് ഇത്ര അസുഖം വന്ന കാരണം എന്താണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഉള്ളിലൊരു ദൈവമേ എൻ്റെ അമ്മച്ചിമാർക്ക് ഒരു അബദ്ധം ഉണ്ടാകല്ലേ, ഒരു അസുഖം വരല്ലേ. എല്ലാ ദിവസവും ഞാൻ എല്ലാവരും വിളിക്കും. ഇവിടെ നിന്ന് മുകളിൽ അവർ താമസിക്കുന്നത്, ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ രാത്രിയിൽ ഫോൺ വിളിക്കും, ഒരു നേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ സമാധാനം പറയും, സിസ്റ്റർ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, കാരണം ഞങ്ങൾ 3 ഡോസ് എടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇതായി. ഗ്രേസ് വില്ല, പേര് പോലെ തന്നെ കൃപ നിറയുന്ന ഭവനം. രോഗികളും ആലംബഹീനരുമായ അനേകം അമ്മമാർക്ക് ആശ്രയമേകുന്ന സ്നേഹക്കൂടാരം. രോഗികളായവർക്ക് പരിചരണമേകിയും ഒറ്റപ്പെട്ടു പോയവർക്ക് സ്നേഹം നൽകിയും ഈ സന്യാസിനികൾ ഇവർക്ക് രക്തബന്ധങ്ങൾക്കപ്പുറമുള്ള സഹോദരികളാകുന്നു. ആർദ്രമായ ദൈവസ്നേഹത്തിൻ്റെ മുഖങ്ങളാകുന്നു. ഈ കോൺഗ്രിഗേഷനുള്ള ആൾക്കാരുടെ ആരൊക്കെ അന്തേവാസികളായ വേറെ മറ്റ് സിസ്റ്റേഴ്സ് എത്ര പേരുണ്ട്, ആരംഭിച്ചോ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇത് 17 വർഷമായി തുടങ്ങിയിട്ട്. ആദ്യമേ 3 അന്തേവാസികളും 2 സിസ്റ്റേഴ്സും ആയിരുന്നു. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടി, പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ അംഗങ്ങളുടെ എണ്ണം കൂടി വന്ന് ഇപ്പോൾ 25 പേരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 25 പേർക്കുള്ള അക്കോമഡേഷൻ നമുക്കുള്ളു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ വരാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി കൂടെ സിസ്റ്റർ, ഇവിടെ വരാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെയാണെങ്കിലും ഈ ലൊക്കാലിറ്റിയിലുള്ളവർ തന്നെയാണ് ഇവിടെ ഉള്ളവർ, പുറത്തുനിന്ന് അധികം ദൂരത്തുനിന്നൊന്നും ആരുമില്ല. സിസ്റ്റേഴ്സ് എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേര്. ഇതുപോലെ അനേകരെ സഹായിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം കാണാറുണ്ട്. കേരളത്തിൽ നമ്മൾ കാണുന്ന അതാണ്. നമ്മുടെ നടക്കുന്ന ഏതാണ്ട് 100ഓളം വരുന്ന ആതുര ശുശ്രൂഷാലയങ്ങളും വൃദ്ധരെ നോക്കുന്നവരും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും സന്മനസ്സുകളുടെ സഹകരണം ഒത്തിരി ഉണ്ടാകാറുണ്ട്. ഇവിടെയും അങ്ങനെ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാം. ഞങ്ങളിവിടെ എല്ലാവരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റാണ്. അപ്പോൾ അവരുടെ പെൻഷനാണ് മെയിൻ സോഴ്സായിട്ട് നമുക്കുള്ളത്. കൂടാതെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പ്രൊവിൻഷ്യൽ ഹൗസുകാർ ആവശ്യപ്പെട്ടാൽ തരാറുണ്ട്. പിന്നെ ഇവിടെയുള്ള അമ്മച്ചിമാരെല്ലാവരും തന്നെ ഈ ലൊക്കാലിറ്റിയിലുള്ളവരാണ്. അപ്പോൾ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ 17 വർഷമായില്ല. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതികളൊന്നും നമ്മൾ പറയാതെ തന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അപ്പം നമ്മൾ ചോദിക്കുകയേ വേണ്ട, അവരുടെ കയ്യിലുള്ളതനുസരിച്ച് ഇപ്പോൾ മാര്യേജ്, മാമോദീസ, ബർത്ത്ഡേ, പിന്നെ ആനിവേഴ്സറി, ഇങ്ങനെ പിന്നെ മരിച്ച ദിവസം ഓർമ്മ, അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ആൾക്കാർ വരികയും ഇവരെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും പണമായിട്ടും ഒക്കെ ഞങ്ങൾക്ക് തന്ന് വളരെ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇവരെ പോലെ സുഭിക്ഷമായിട്ട് ആരെങ്കിലും കഴിയുന്നുണ്ടോ എന്ന്. അതിപ്പോൾ അവരോട് നമ്മൾ ആരെങ്കിലും വന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർ കണ്ടിട്ട് പോണവർ പറയും, എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഞങ്ങൾ സമ്മതിച്ചിരിക്കണം, എന്ത് സന്തോഷമാണ് ഇവിടുത്തെ അമ്മച്ചിമാർക്ക്. ഞങ്ങൾക്ക് ഈ ഭവനത്തിലേക്ക് കയറി വരുമ്പോഴേ ഒരു ജീവൻ തുടിക്കുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഭയങ്കര ഒരു ചൈതന്യം, ഭയങ്കര ഒരു ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് എന്നിവിടെ വരുന്നവർ ആര് വന്നാലും പറഞ്ഞിട്ട് പോകാറുള്ളൂ. അപ്പോൾ ഈ അമ്മച്ചിമാരും അതെ, അത് ഞങ്ങൾക്ക് അത്ര ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഞങ്ങളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ പരിപാലനം. ഞങ്ങൾ ആരും ഒന്നും ഞങ്ങളുടേതായിട്ട് എടുക്കാറില്ല, ക്രെഡിറ്റ് ആയിട്ടെടുത്ത് ദൈവം തൻ്റെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ ഈ അമ്മച്ചിമാർ മിക്കപ്പോഴും തന്നെ പ്രാർത്ഥനയിലാണ്. അപ്പോൾ പിന്നെ ഈ കൊണ്ടു കൊടുക്കുന്നവർ അവർ ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അത് തൻ്റെ ആരുപോലും ഇല്ലാത്ത മക്കൾക്ക് ളെ സംരക്ഷിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും ആ കുടുംബങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണല്ലോ അവരിന്നും തുടർന്നുകൊണ്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കും തോന്നി, അമ്മച്ചിമാരുടെ മുഖമൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നല്ലൊരു തേജസ്സുള്ള അമ്മച്ചിമാർ. തേജസ് അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇത്രയും സമയം ഞങ്ങളോടുകൂടി ആയിരിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് കോൺഗ്രിഗേഷനെ കുറിച്ചും ഒക്കെ സിസ്റ്റർ ഫൗണ്ടറിനെ കുറിച്ചും ഒക്കെ ഭംഗിയായിട്ട് പങ്കുവച്ചു. ഇത് തീർച്ചയായും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ഈ വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. അനേകർ ഇപ്പോഴും നിസ്വാർത്ഥമായും സ്നേഹത്തോടും അതോടൊപ്പം തന്നെ സ്വർഗോന്മുഖമായുള്ള ദർശനത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് എന്നത് അനേകർക്ക് പ്രചോദനമാകും. ഇന്ന് പലരും സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും പണമാണ് എല്ലാത്തിലും ബേസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കാലയളവിൽ പണത്തേക്കാൾ വലുതാണ് സ്നേഹമെന്നും അതിനേക്കാൾ വലുതാണ് പ്രാർത്ഥനയെന്നും ഒക്കെയുള്ള ഒരു സന്ദേശം സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. തണൽ മരങ്ങൾ, ഈ പേരുപോലെ തന്നെ വേനലുകളിൽ തണലാകുന്ന ജീവിതങ്ങൾ, സങ്കടങ്ങളിൽ അവരുടെ കണ്ണീർ തുടയ്ക്കുന്ന സന്യാസത്തിൻ്റെ വർണ്ണചിത്രങ്ങൾ, ക്രൂശിതൻ്റെ സ്നേഹം ജീവിതം കൊണ്ട്
പ്രഘോഷിക്കുന്നവർ.